ഈശോമിശിഹായിൽ വാത്സല്യമുള്ള സിറോ മലബാർ സഭാ സമൂഹമേ, പരിശുദ്ധ പിതാവിൻ്റെ പിതൃശബ്ദം കേൾക്കാത്ത എറണാകുളം അതിരൂപതയിലെ മെത്രാന്മാരെ, വൈദികരെ, നിങ്ങൾ നിയമവിരുദ്ധമായ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് സാത്താനെ പ്രീതിപ്പെടുത്താനാണോ? സമ്പൂർണ്ണ സിനഡ് കൂടിയിട്ടും സമ്പൂർണ്ണ അസംബ്ലി കൂടിയിട്ടും സഭയുടെ കുർബാന വിഷയത്തിൽ ഒരു നടപടിയും സഭാ നേതൃത്വം കൈക്കൊണ്ടില്ല. ദൈവ ഇഷ്ടത്തെ തിരസ്കരിക്കുന്ന മെത്രാന്മാരാലും വൈദികരാലും സിനഡ് തീരുമാനങ്ങൾ എല്ലാം തകിടം മറിച്ചതിലൂടെ സിറോ മലബാർ സഭയ്ക്ക് നാഥനില്ലാതായി. സഭാവിരുദ്ധൻ വൈലി പറഞ്ഞതുപോലെ ഇതൊക്കെ ഒരു പ്രസ്ഥാനം മാത്രം, ഇതൊക്കെ വെറും ഒരു പ്രഹസനം മാത്രം എന്ന വൈലിയുടെ പ്രസ്താവന സഭാ നേതൃത്വം വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ചില ഇരുണ്ട ശക്തികളുടെ പദ്ധതികൾ സഭയിൽ നിറവേറ്റുന്നതിനും സിനഡ് തീരുമാനമനുസരിച്ച് സഭയുടെ കുർബാന അർപ്പണം തടയുന്നതിനും അക്രമാസക്തരായ പ്രതിഷേധക്കാരുടെ ചെറു സംഘങ്ങൾക്ക് നേതൃത്വം നൽകാൻ അതിരൂപത അഡ്മിനിസ്ട്രേറ്ററെ ഭരമേൽപ്പിച്ചുകൊണ്ട് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് വിദേശ സന്ദർശനത്തിന് പുറപ്പെട്ടു. ദീപസ്തംഭം മഹാശ്ചര്യം, എനിക്കും കിട്ടണം പണമെന്ന കാഴ്ചപ്പാടുകളുമായി ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയിൽ അജപാലന സന്ദർശനമെന്ന പേരിൽ സെപ്റ്റംബർ 11 മുതൽ 29 വരെ നീണ്ടു നിൽക്കുന്ന സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി മേജർ മുന്നോട്ട് പോകുമ്പോൾ എറണാകുളം അതിരൂപതയിലെ അജപാലകരെ ഇരട്ടത്താപ്പുകാരനായ അഡ്മിനിസ്ട്രേറ്ററെ ഏൽപ്പിച്ചുകൊണ്ട് മേജർ ഉലകം ചുറ്റാൻ തീരുമാനിച്ചപ്പോൾ എറണാകുളം അതിരൂപത ഫലം കായ്ക്കാത്ത അത്തിമരം പോലെയായി എന്ന് വിശ്വാസി സമൂഹം വിലയിരുത്തിയാൽ അവരെ തള്ളിപ്പറയാനാകുമോ? സഭാ നേതൃത്വം ചിന്തിക്കേണ്ട വളരെ സുപ്രധാന വിഷയങ്ങളിൽ ഒന്ന്, നിങ്ങൾ എത്ര ഭക്തി നിർഭരമായ വാക്യങ്ങളാലും പ്രാർത്ഥനകളാലും എന്തെല്ലാം മറയ്ക്കാൻ ശ്രമിച്ചാലും അതൊന്നും ഒരിക്കലും അജപാലകരെ ദൈവാനുഗ്രഹത്തിലേക്ക് നയിക്കുകയില്ല എന്ന് കേവലം വിശ്വാസികൾ സഭാ നേതൃത്വത്തെ ഓർമ്മപ്പെടുത്തുന്നു. സിറോ മലബാർ സഭയ്ക്ക് കേരളത്തിൽ 13 രൂപതകളും കേരളത്തിന് പുറത്ത് ഇന്ത്യക്കകത്ത് 18 രൂപതകളും ഇന്ത്യക്ക് പുറത്ത് 4 രൂപതകളും ചേർത്ത് രൂപതയും അതിരൂപതയുമായി 35-ൽ താക്കോൽ സ്ഥാനത്ത് നിൽക്കുന്ന അതിരൂപതയാണ് എറണാകുളം. സഭയുടെ വിശ്വാസത്തിന്റെ പേരിൽ ഇതര മതസ്ഥരുടെ മുന്നിൽ അവഹേളിക്കപ്പെട്ടതും പരിഹസിക്കപ്പെട്ടതും നിന്ദിക്കപ്പെട്ടതും എറണാകുളം അതിരൂപത തന്നെയെന്ന് ഏവർക്കും അറിയാം. ക്രൈസ്തവ വിശ്വാസത്തിന്റെ സുവിശേഷം അറിയിക്കാനായി ഭാരതത്തിൽ വന്ന ക്രിസ്തു ശിഷ്യനായ മാർത്തോമാ ശ്ലീഹായുടെ പാരമ്പര്യ രീതികൾ എവിടെയെന്ന് വിശ്വാസികൾ ചോദിച്ചാൽ സഭാ നേതൃത്വം അവരോട് എന്തു മറുപടി പറയും? സഭയിൽ കുലീനത്വവും തറവാടിത്വവുമുള്ള ദൈവജനം സ്വയം മറന്നു പ്രവർത്തിക്കാൻ സന്നദ്ധരായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള വിശ്വാസത്തിൽ മാതൃക നൽകുവാൻ കഴിവുള്ള ജനമാണ് താക്കോൽ സ്ഥാനത്ത് നിൽക്കുന്ന പറവൂർ കോട്ടയ്ക്കാവ് ഉൾപ്പെടുന്ന തോമാസ് ശ്ലീഹായാൽ സ്ഥാപിതമായ 7 പള്ളികളിലുമുള്ള യഥാർത്ഥ വിശ്വാസ തീഷ്ണതയുള്ള കുടുംബങ്ങൾ. മേൽ സൂചിപ്പിച്ച സഭയോടൊപ്പം നിൽക്കുന്ന ജനത്തിന്റെ സാക്ഷ്യബോധം സഭയുടെ അടിത്തറയായി ഇന്നും നിലനിൽക്കുന്നു. വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്ന കാനായിലെ കല്യാണ വിരുന്നിന് വീഞ്ഞു തീർന്നു പോയപ്പോൾ മേൽത്തരം വീഞ്ഞിനു വേണ്ടി വെള്ളം കോരിയ പരിചാരകർക്ക് തുല്യരാണ് യഥാർത്ഥ സഭാവിശ്വാസികൾ. ആ വീഞ്ഞ് എവിടെ നിന്ന് ലഭിച്ചുവെന്ന് മറ്റാർക്കും അറിവില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയോടൊപ്പം സഭയോടൊപ്പം ചേർന്ന് നിന്ന വിശ്വാസികളാണ് യഥാർത്ഥ പാരമ്പര്യ വിശ്വാസം കൈമാറി കിട്ടിയ യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസികൾ. കുലീനത്വം നിറഞ്ഞ ക്രൈസ്തവ വിശ്വാസികൾ ഒരിക്കലും പരിശുദ്ധ കുർബാനയെയോ സഭാ തലവനെയോ തള്ളിപ്പറയില്ല. സഭയെ അനുസരിക്കാതിരിക്കുക എന്നത് പിശാചിന്റെ ഇടയതന്ത്രവും കുതന്ത്രവുമാണ്. സഭ എന്തെന്നോ സഭയുടെ ചരിത്രമെന്തെന്നോ സഭയുടെ പാരമ്പര്യം എന്തെന്നോ ദൈവവചനം എന്തെന്നോ പരിശുദ്ധാത്മാവ് ആരാണെന്നോ ത്രിത്വിക ദൈവം ഏതാണെന്നോ അറിയാത്തവർക്ക് ബോധവൽക്കരണം നടത്തേണ്ട മെത്രാൻ സംഘവും വൈദിക കൂട്ടങ്ങളും സഭയിൽ ബിസിനസ് സാമ്രാജ്യം
കെട്ടിപ്പടുക്കേണ്ട തിരക്കിലാണ്. സഭയുടെ കൂട്ടുത്തരവാദിത്വത്തിന്റെ കഠിനാധ്വാനത്തിൽ നിന്നുമാണ് ആദിമ ക്രൈസ്തവ സമൂഹം വിശുദ്ധിയിൽ വളർന്നത്. ദൈവജനത്തിന്റെ ഗുണമേന്മ വിശുദ്ധിയുടെ ഗുണമേന്മയാണ്. ആ വിശുദ്ധിയുടെ പരിമളം എന്തുകൊണ്ട് ഇന്നത്തെ കുടുംബങ്ങളിലേക്ക് എത്തിയില്ല എന്ന് വിശ്വാസികൾ ചോദിച്ചാൽ ഇന്നത്തെ സഭാ നേതൃത്വം മറുപടി പറയേണ്ടി വരും. കാലങ്ങൾ കടന്നുപോയി, എല്ലാം സങ്കീർണമായി കഴിഞ്ഞു. മുൻകാലങ്ങളിൽ ക്രൈസ്തവ കുടുംബങ്ങളിലേക്ക് വൈദികരും സന്യാസിനികളും കടന്നു വരുമ്പോൾ അവരെ കാത്തിരിക്കുന്ന ഒരു ജനം ഉണ്ടായിരുന്നു. വൈദികർ ഭവന സന്ദർശനത്തിലൂടെയാണ് വളർച്ചയുടെ വഴികൾ വെട്ടിയതെങ്കിൽ ഇന്ന് കുടുംബങ്ങളുടെയും സഭയുടെയും തകർച്ചയ്ക്കുള്ള വഴികൾ സഭാ നേതൃത്വം തന്നെ നേരിട്ട് വന്ന് വെട്ടുന്നു എന്നതാണ് സത്യം. അജഗണങ്ങൾക്ക് പൂർവികരാൽ ലഭിച്ച വിശ്വാസങ്ങളെല്ലാം കൈമോശപ്പെടുത്തുവാനാണ് ഇന്നത്തെ പുരോഹിതർ ഇടവകകളിൽ ശ്രമിക്കുന്നത്. യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് പോലും 30 വെള്ളിക്കാശ് വലിച്ചെറിഞ്ഞ് പശ്ചാത്തപിച്ചിട്ട് പോലും ഇന്നത്തെ ചുരുക്കം ചില മെത്രാന്മാരും ചുരുക്കം വൈദികരുമൊഴികെ മറ്റാർക്കും പശ്ചാത്താപം എന്ന വാക്കിന്റെ അർത്ഥം പോലും അറിയാതെ സഭാവിരുദ്ധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നു. ഇത്തരത്തിലുള്ളവരാണ് ദൈവജനത്തെ കുമ്പസാരിപ്പിക്കുന്നവർ. യഥാർത്ഥത്തിൽ സഭാവിരുദ്ധരായ വൈദികർക്ക് കുമ്പസാര പത്തേന്തി പുതുക്കി നൽകാൻ മെത്രാന്മാർക്ക് അനുവാദമില്ല. അന്ധരെ അന്ധർ നയിക്കുമ്പോൾ സഭാവിശ്വാസികൾ ഇതൊക്കെ ആരോട് പറയാൻ? അല്ലയോ സഭാ നേതൃത്വമേ, മെത്രാന്മാരും വൈദികരും സന്യാസിനികളും മാത്രം ഉൾപ്പെടുന്നതല്ല സഭ എന്ന് ചിന്തിക്കുന്നത് വിശ്വാസത്തിന്റെ ഭാഗമല്ലേ? അൽമായരെ, നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ മൈനോറിറ്റിയുള്ള നിങ്ങൾ സഭയിൽ എന്തിനു തുടരണം എന്ന് വിശ്വാസികൾ ചോദിച്ചാൽ നിങ്ങൾക്ക് മറുപടി ഉണ്ടോ? ധനം, അധികാരം, പദവി, സുഖലോലുപതയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരല്ല എന്ന് നിസ്സംശയം പറയേണ്ടി വരും. വൈദികർക്ക് മെത്രാൻ പദവിയും മെത്രാന്മാർക്ക് ബിസിനസ് സാമ്രാജ്യങ്ങളുമാണ് ആഗ്രഹമെന്ന് സഭയുടെ കുർബാന വിഷയത്തിൽ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ വിശ്വാസികൾ മനസ്സിലാക്കുന്നു. വിശ്വാസ കുലീനത്വമുള്ള കുടുംബങ്ങളിൽ നിന്ന് വളരെ കുറച്ച് മെത്രാന്മാരും കുറച്ച് വൈദികരും മാത്രമാണ് എറണാകുളം അതിരൂപതയിലുള്ളത്. അതാണ് ഇന്ന് സഭ നേരിടുന്ന യഥാർത്ഥ പ്രശ്നവും. റോമർ 8:9 പറയുന്നു, ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. റോമ 13:1 പറയുന്നു, ഓരോരുത്തരും മേലധികാരികൾക്ക് വിധേയനായിരിക്കട്ടെ, എന്തെന്നാൽ ദൈവത്തിൽ നിന്നല്ലാതെ അധികാരമില്ല. പ്രിയ സഭാ നേതൃത്വമേ, വിവാഹം എന്ന കുദാശയിലൂടെ കുടുംബജീവിതം നയിക്കുന്നവർ വിശുദ്ധ ഗ്രന്ഥം തൊട്ട് പ്രതിജ്ഞയെടുത്ത കടമകളും ഉത്തരവാദിത്തങ്ങളും നിറവേറ്റുന്നത് പോലെ നിങ്ങളും മേലധികാരികളിലൂടെ തിരുപ്പട്ടമെന്ന കുദാശ സ്വീകരിച്ചപ്പോൾ നിങ്ങൾ ഏറ്റെടുത്ത കടമകളെയും ഉത്തരവാദിത്തങ്ങളെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് അനുസരണത്തിന്റെ പാതയിലൂടെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകുവാനും ഫലം ചൂടി നിൽക്കുന്ന അത്യവൃക്ഷമായി തീരുവാനും വിശ്വാസികളായ ഞങ്ങൾ പ്രാർത്ഥിക്കാം. പക്ഷേ നിങ്ങൾ സഭയെയും സഭാതലവിനെയും അനുസരിക്കണം, അല്ല എങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥന നിഷ്ഫലമായി തീരും. വാക്കുകൾ ചുരുക്കട്ടെ. എന്നെ ശ്രവിച്ച നല്ലവരായ സഭാവിശ്വാസികൾക്ക് വിശ്വാസത്തിൽ കരുത്തു പകർന്നുകൊണ്ട് നിർത്തുന്നു. തോമസ് കാഞ്ഞിരത്തിങ്കൽ, സെന്റ് തോമസ് കോട്ടയ്ക്കാവ് ഫോറോൺ ചർച്ച്, നോർത്ത് പറവൂർ.